ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ കഥ അമ്മായിമ്മയും ഇളയ മകളും മൂത്ത മരുമകളോട് ചെയ്ത ചതി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒരു ചെറിയ ഗ്രാമത്തിൽ ദേവിക അമ്മ 2 മക്കളോടൊപ്പം താമസിച്ചിരുന്നു. മൂത്ത മകൻ അരുണിൻ്റെ ഭാര്യ അനു, ഇളയ മകൻ അഖിലിൻ്റെ ഭാര്യ സുമി. മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു പുലർച്ചെ ദേവികയമ്മ പതിവ് പോലെ മുറ്റത്തേക്ക് ഇറങ്ങി. വീട്ടുമുറ്റം വൃത്തിയായി കിടക്കുന്നത് കണ്ടപ്പോൾ അവർ ഉറക്കെ വിളിച്ചു, അനു, ചായ ആയില്ലേ? അടുക്കളയിൽ നിന്ന് വേഗത്തിൽ ഓടിയെത്തിയ അനു പറഞ്ഞു, ഇപ്പോൾ തരാം അമ്മേ. അന്ന് പുലർച്ചെ 4 മണിക്കാണ് അനു എഴുന്നേറ്റത്. മുറ്റം അടിച്ചും അടുക്കള വൃത്തിയാക്കി പ്രഭാത ഭക്ഷണം ഒരുക്കി എല്ലാവർക്കും ചായ തയ്യാറാക്കി. വീട്ടിലെ എല്ലാ ജോലിയും അവൾ ഒറ്റയ്ക്കായിരുന്നു ചെയ്യുന്നത്. അതിനിടയിൽ സുമി തൻ്റെ മുറിയിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി. അമ്മേ, ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല, എനിക്ക് തലവേദനയുണ്ട്. ദേവികാമ്മ ഉടനെ അവളെ കസാരയിലിരുത്തി. മോളെ, നീ ഒന്നും ചെയ്യേണ്ട, വിശ്രമിച്ചോളൂ. അതേസമയം അനു ചൂടുള്ള ചായയുമായി എത്തി. ദേവികയമ്മ ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു, അനു, വേഗം പോയി പ്രഭാത ഭക്ഷണം ഒരുക്കൂ, സമയം വൈകുന്നു. അനു ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു. അവൾക്ക് സ്നേഹമുള്ള ഒരു വാക്കുപോലും കിട്ടാറില്ലായിരുന്നു. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനിടെ സുമി മനഃപൂർവ്വം സാമ്പാറിൻ്റെ പാത്രം താഴെയിട്ടു. അയ്യോ! ശബ്ദം കേട്ട് ദേവികാമ്മ ഓടിയെത്തി. എന്താണ് സംഭവിച്ചത്? സുമി ഉടൻ പറഞ്ഞു, അമ്മേ, അനു പാത്രം ശരിയായി വെച്ചില്ല, അതുകൊണ്ടാണ് താഴെ വീണത്. അനു അത്ഭുതത്തോടെ പറഞ്ഞു, അമ്മേ, ഞാൻ പാത്രം മേശപ്പുറത്താണ് വെച്ചത്. പക്ഷേ ദേവികാമ്മ അവളുടെ വാക്കുകൾ കേട്ടില്ല. നിന്നെക്കൊണ്ട് ജോലി പോലും ശരിയായി ചെയ്യാൻ പറ്റില്ലേ? അനു മിണ്ടാതെ നിലം തുടയ്ക്കാൻ തുടങ്ങി. സുമിയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി തെളിഞ്ഞു. വൈകുന്നേരം അരുൺ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. അനുവിൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് കണ്ടു. എന്താ അനു, കരഞ്ഞോ? ഒന്നുമില്ല, എന്നോട് മറക്കേണ്ട. അനു എല്ലാം പറയാൻ തുടങ്ങിയെങ്കിലും പാതിയിൽ നിർത്തി. അമ്മയെക്കുറിച്ച് ഒന്നും പറയണ്ട, അവൾക്ക് ദുഃഖമാകരുത്. അരുണിൻ്റെ മനസ്സ് വേദനിച്ചു. അവന് ഭാര്യയുടെ നന്മ അറിയാമായിരുന്നു. പക്ഷേ സ്വന്തം അമ്മയോട് എതിർത്ത് സംസാരിക്കാൻ അവന് മടിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ദേവികാമ്മയുടെ വിവാഹ വാർഷികമായിരുന്നു. വീട്ടിൽ ബന്ധുക്കൾ വരാനിരിക്കുകയായിരുന്നു. എല്ലാ ഒരുക്കങ്ങളുടെയും ചുമതല അനുവിനായിരുന്നു. അനു പുലർച്ചെ തന്നെ പാചകം തുടങ്ങി. പായസം, അവിയൽ, സാമ്പാർ, തോരൻ, അച്ചാർ എല്ലാം അവൾ ഒറ്റയ്ക്ക് തയ്യാറാക്കി. സുമി അടുക്കളയിൽ വന്ന് ചുറ്റും നോക്കി. ഇന്ന് എല്ലാവരും അനുവിനെ പ്രശംസിച്ചാൽ അതൊന്നും പാടില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. അനു പുറത്തേക്ക് പോയ സമയത്ത് സുമി പായസത്തിൽ ഒരു പിടി ഉപ്പിട്ടു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ മുറിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് ബന്ധുക്കൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ദേവികാമ്മ സന്തോഷത്തോടെ പറഞ്ഞു, ഇന്നത്തെ പാചകം എല്ലാം അനുവാണ് ചെയ്തത്. ആദ്യം പായസം കഴിച്ച ഒരു ബന്ധു മുഖം ചുളിച്ചു. ഇതെന്താ, പായസത്തിൽ ഉപ്പോ? എല്ലാവരും ഞെട്ടി. ദേവികാമ്മയുടെ മുഖം ദേഷ്യത്തോടെ ചുമന്നു. അനു, ഇത്ര വർഷമായിട്ടും ഒരു പായസം പോലും ശരിയായി ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? അനുവിനൊന്നും മനസ്സിലായില്ല. അമ്മേ, ഞാൻ പഞ്ചസാര ചേർത്ത് രുചി നോക്കിയതായിരുന്നു. സുമി ഉടൻ ഇടപെട്ടു. അമ്മേ, തെറ്റ് ചെയ്തിട്ടും ഇനി ന്യായം പറയുകയാണോ? ബന്ധുക്കളുടെ മുന്നിൽ ദേവികാമ്മ അനുവിനെ കഠിനമായി ശകാരിച്ചു. അനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണെങ്കിലും അവൾ ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല. ആ രാത്രി അടുക്കളയിൽ വെള്ളം കുടിക്കാൻ വന്ന അഖിൽ സുമി ഫോണിൽ സുഹൃത്തിനോട് സംസാരിക്കുന്നത് കേട്ടു. പായസത്തിൽ ഉപ്പിട്ടത് ഞാനാണ്, ഇല്ലെങ്കിൽ എല്ലാവരും അനുവിനെ മാത്രം പ്രശംസിക്കുമായിരുന്നു. അഖിൽ ഞെട്ടിപ്പോയി. പക്ഷേ അത് കേട്ടെന്ന് സുമി അറിയരുതെന്ന് കരുതി അവൻ നിശബ്ദമായി മുറിയിലേക്ക് മടങ്ങി. ഇപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നമാകും. ശരിയായ സമയം വരട്ടെ എന്നവൻ മനസ്സിൽ തീരുമാനിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദേവികാമ്മയ്ക്ക് പെട്ടെന്ന് ശക്തമായ പനി വന്നു. അനു രാവും പകലും അമ്മായിയമ്മയെ നോക്കി. സമയത്തിന് മരുന്നും കൊടുത്ത് കഞ്ഞിയുണ്ടാക്കി കൊടുത്തു. രാത്രി പലതവണ എഴുന്നേറ്റ് പുതപ്പ് ശരിയാക്കി. പക്ഷേ ദേവികാമ്മയ്ക്ക് ഇതൊന്നും കാണാനായില്ല.
അവരുടെ മനസ്സിൽ ഇപ്പോഴും സുമി പറഞ്ഞ കള്ളങ്ങൾ തന്നെയായിരുന്നു. ഒരു ദിവസം സുമി വീണ്ടും ഒരു പുതിയ ചതി ആസൂത്രണം ചെയ്തു. അവൾ ദേവികാമ്മയുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണമോതിരവും എടുത്ത് അനുവിൻ്റെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു. പിന്നീട് വീട്ടിലാകെ ഉറക്കെ വിളിച്ചു, അമ്മേ, അലമാരയിലെ പണവും മോതിരവും കാണുന്നില്ല. ദേവികാമ്മയുടെ വീട്ടുകാരും ഓടിയെത്തി. സുമി പറഞ്ഞു, അനുവിൻ്റെ മുറിയും ഒന്ന് നോക്കാം. അലമാര തുറന്നപ്പോൾ അവിടെ പണവും മോതിരവും കിടക്കുന്നത് കണ്ട ദേവികാമ്മ ഞെട്ടിപ്പോയി. അനുവിൻ്റെ അലമാരയിൽ നിന്ന് പണവും മോതിരവും കിട്ടിയതോടെ വീട്ടിലാകെ നിശബ്ദതയായി. ദേവികാമ്മയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അനു, ഇത്രയും നാളായി ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത് ഇതാണോ? അനു ഞെട്ടി. അമ്മേ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് പോലും അറിയില്ല. പക്ഷേ ദേവികാമ്മ ഒരു വാക്കുപോലും കേൾക്കാൻ തയ്യാറായില്ല. സുമി മനഃപൂർവ്വം കരയാൻ തുടങ്ങി. അമ്മേ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞതല്ലേ ഇവളെ വിശ്വസിക്കരുതെന്ന്. അരുൺ വീട്ടിലെത്തിയപ്പോൾ സംഭവിച്ചതെല്ലാം കേട്ടു. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുനീർ തന്നെ സത്യം പറയുന്നുണ്ടെന്ന് അവന് തോന്നി. അമ്മേ, അനുവിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ദേവികാമ്മ കോപത്തോടെ പറഞ്ഞു. നീ ഇനി അവൾക്ക് വേണ്ടി സംസാരിക്കണ്ട. ആ രാത്രി അനു ഭക്ഷണം പോലും കഴിച്ചില്ല. വീടിൻ്റെ പിന്നിലെ തുളസിത്തറയിലിരുന്ന് അവൾ കരയുകയായിരുന്നു. അപ്പോൾ അയൽ വീട്ടിലെ വയോധികയായ സരസ്വതി അമ്മ അവളുടെ അടുത്തെത്തി. മോളെ, എന്തിനാണ് കരയുന്നത്? അനു എല്ലാം തുറന്നു പറഞ്ഞു. സരസ്വതി അമ്മ അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു, സത്യം എത്ര നാൾ മറച്ചു വെച്ചാലും ഒരു നാൾ അത് വെളിച്ചത്ത് വരും. നീ ക്ഷമ കൈവിടരുത്. ആ വാക്കുകൾ അനുവിന് ചെറിയൊരു ധൈര്യം നൽകി. പിറ്റേന്ന് രാവിലെ ദേവികാമ്മയുടെ പഴയ സുഹൃത്ത് വീട്ടിലെത്തി. സംസാരിക്കുന്നതിനിടെ ദേവികാമ്മയ്ക്ക് പെട്ടെന്ന് തല ചുറ്റി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ നിലത്തേക്ക് വീണു. സുമി ഭയന്ന് പിന്നോട്ടു മാറി. എനിക്ക് പേടിയാ, ആരെങ്കിലും വിളിക്കൂ. അവനൊരു നിമിഷം പോലും വൈകിയില്ല. അവൾ ദേവികാമ്മയുടെ തല മടിയിൽ വെച്ചു. അയൽക്കാരെ വിളിച്ചു. ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അരുണും അഖിലും ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് രക്ഷപ്പെട്ടത്. 5 മിനിറ്റും കൂടി വൈകിയിരുന്നെങ്കിൽ സ്ഥിതി വളരെ ഗുരുതരമാകുമായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ അനുവിനെ നോക്കി. അവൾ ആശുപത്രിയുടെ ഒരു മൂലയിലിരുന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവികാമ്മ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അനുവിൻ്റെ മുഖമായിരുന്നു. അവളുടെ മനസ്സിൽ ആദ്യമായി കുറ്റബോധം തോന്നി. എന്നാൽ സുമി ചെയ്ത ഏറ്റവും വലിയ ചതി ഇനിയും പുറത്തു വന്നിരുന്നില്ല. ആശുപത്രിയിലെ മുറിയിൽ നിശബ്ദമായിരുന്നു. ദേവികാമ്മ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അനുവിനെയായിരുന്നു. കണ്ണുകൾ ഉറക്കമില്ലായ്മയും മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും അനുവിൻ്റെ കയ്യിൽ ഇപ്പോഴും ദേവികാമ്മയുടെ കൈ തന്നെയായിരുന്നു. ഡോക്ടർ മുറിയിലേക്ക് വന്നു പറഞ്ഞു, രോഗിക്ക് നല്ല വിശ്രമം വേണം, കൂടാതെ മാനസിക സമ്മർദ്ദം പാടില്ല. അത് കേട്ട ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അനു മാത്രം മുറിയുടെ വാതിക്കൽ നിന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ദേവികാമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിൽ എന്തോ മാറി തുടങ്ങിയിരുന്നു. അതേസമയം വീട്ടിൽ അഖിൽ പഴയ രേഖകൾ അന്വേഷിച്ച് അലമാര വൃത്തിയാക്കുകയായിരുന്നു. അപ്പോഴാണ് സുമിയുടെ ഒരു പഴയ മൊബൈൽ ഫോൺ അവന് കിട്ടിയത്. ഫോൺ ഓണാക്കിയപ്പോൾ അതിൽ പഴയ ഫോട്ടോകളും വീഡിയോകളും ഉണ്ടായിരുന്നു. ഒരു വീഡിയോ തുറന്ന് അഖിൽ ഞെട്ടിപ്പോയി. അത് അടുക്കളയിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമായിരുന്നു. സുമി തന്നെയാണ് പായസത്തിൽ ഉപ്പിടുന്നതും പിന്നീട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും അതിൽ വ്യക്തമായി കാണാമായിരുന്നു. മറ്റൊരു വീഡിയോയിൽ ദേവികാമ്മയുടെ മോതിരം സുമി അനുവിൻ്റെ അലമാരയിൽ ഒളിപ്പിക്കുന്നതും വ്യക്തമായിരുന്നു. അഖിലിൻ്റെ കൈകൾ വിറച്ചു. ഇത്രയും നാൾ ചേച്ചിയെ കുറ്റക്കാരിയാക്കാൻ ഇതെല്ലാം ചെയ്തതാണോ? അവൻ ഉടൻ ആശുപത്രിയിലേക്ക് പാഞ്ഞു. മുറിയിൽ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ അഖിൽ ഫോൺ ദേവികാമ്മയ്ക്ക് നൽകി. അമ്മേ, ആദ്യം ഇത് ഒന്ന് കാണൂ. വീഡിയോ കണ്ട ദേവികാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ, ഓരോന്നിലും സുമിയുടെ ചതികൾ. അനു നിരപരാധിയാണെന്ന് അവർക്ക് വ്യക്തമായി. ദേവികാമ്മ വിറച്ച ശബ്ദത്തോടെ ചോദിച്ചു, സുമി, ഇതെല്ലാം സത്യമാണോ? സുമിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അവൾ കരഞ്ഞുകൊണ്ട് തല കുനിച്ചു. അമ്മേ, എനിക്ക് അനുവിനോട് അസൂയയായിരുന്നു, അതുകൊണ്ടാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികാമ്മ പൊട്ടിക്കരഞ്ഞു. അവർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അനു ഓടിച്ചെന്ന് അവരെ താങ്ങി. ദേവികാമ്മ അനുവിൻ്റെ കൈ പിടിച്ച് കരഞ്ഞു.
മോളെ, ഞാൻ നിന്നെ മരുമകളായി പോലും കണ്ടില്ല. പക്ഷെ നീ എന്നെ സ്വന്തം അമ്മയെപ്പോലെയാണ് നോക്കിയത്. അനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. അമ്മേ, പഴയതൊന്നും ഇനി ഓർക്കണ്ട. നിങ്ങൾ സുഖമായാൽ മതി. ആ മുറിയിൽ നിന്നിരുന്ന ഡോക്ടറും നേഴ്സുമാരും ആ കാഴ്ച കണ്ട് വികാരഭരിതരായി. 2 ആഴ്ചകൾക്ക് ശേഷം ദേവികമ്മ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവർ ഒരു നിമിഷം നിന്നു. പിന്നെ അനുവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, ആദ്യം നീ കയറും മോളെ. ഈ വീട്ടിൽ ആദ്യം കയറാൻ അർഹത നിനക്കാണ്. അനു അത്ഭുതത്തോടെ അമ്മായിയമ്മയെ നോക്കി. അമ്മേ, എന്താ ഇങ്ങനെ പറയുന്നത്? ദേവികാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും വർഷം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ല. എന്നിട്ടും ഞാൻ മരണത്തോട് മല്ലിടുമ്പോൾ എൻ്റെ സ്വന്തം മകളെക്കാൾ എന്നെ ചേർത്ത് പിടിച്ചത് നീയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി. ദേവികമ്മ ഹാളിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഇന്നെനിക്ക് ഒരു സത്യം പറയാനുണ്ട്. അവർ സുമിയെ നോക്കി. നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസം നീ തെറ്റായി ഉപയോഗിച്ചു. സുമി കരഞ്ഞുകൊണ്ട് നിന്നു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അസൂയ കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ദേവികമ്മ ശാന്തമായി പറഞ്ഞു. ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, അനുവിനോടാണ്. സുമി പതിയെ അനുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. ചേച്ചി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണം. അനു ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ സുമിയുടെ കൈ പിടിച്ചു. നമ്മളൊരു കുടുംബമാണ്. ഈ വീട്ടിൽ ഇനി ആരും പഴയ കാര്യങ്ങൾ ഓർത്ത് ജീവിക്കരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ ചിരിച്ചു. അഖിലും ആശ്വാസത്തോടെ ശ്വസിച്ചു. ദേവികാമ്മ അനുവിനെ ചേർത്ത് പിടിച്ചു. ഇന്ന് മുതൽ നീ എൻ്റെ മരുമകളല്ല, എൻ്റെ മകളാണ്. അന്ന് മുതൽ ആ വീട്ടിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ദേവികാമ്മ ഒരു ജോലിയും അനുവിനെ ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. സുമിയും അനുവിനൊപ്പം എല്ലാ ജോലികളിലും സഹായിച്ചു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് ചിരിച്ചും ഒരുമിച്ചും ജീവിച്ചു. ഒരു വൈകുന്നേരം തുളസിത്തറയിൽ വിളക്ക് വെച്ചുകൊണ്ടിരുന്ന അനുവിനെ നോക്കി ദേവികാമ്മ പതുക്കെ പറഞ്ഞു, മോളെ, ദൈവം എനിക്ക് 2 മരുമക്കളെ തന്നു. പക്ഷേ ഒരു മകളെ ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അനു പുഞ്ചിരിച്ചു. അമ്മേ, ചില ബന്ധങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടാകുന്നതല്ല, സ്നേഹത്തിലൂടെ ഉണ്ടാകുന്നതാണ്. ദേവികാമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആ വീട്ടിൽ പിന്നീട് ഒരിക്കലും വഴക്കുണ്ടായില്ല. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.